ഹലോ ഗൈസ്, അപ്പോൾ നമുക്കൊന്നൊരു പറമ്പത്തെ ടൂറ് കാണാം കേട്ടോ. നമ്മളെ വീട്ടിലുണ്ടാവുന്ന മരങ്ങളൊക്കെ. ഇതിൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ 2 റംബുട്ടാൻ മരം ഉണ്ട്. ഈ റംബുട്ടാൻ ഞങ്ങൾക്ക് ഫസ്റ്റ് ആയിട്ടാണ് കേട്ടോ കായ്ക്കണത്. പിന്നെ ഈ മരം കഴിഞ്ഞ 3 വർഷമായിട്ട് നല്ല കായകൾ തരുന്നുണ്ട് കേട്ടോ. അതായത് റംബുട്ടാൻ തരുന്നുണ്ട്. അതിൻ്റെ തൊട്ട് താഴെ തന്നെ മാങ്ങമരം, അതൊരു 2 വർഷം കൊണ്ട് കായ്ക്കുന്ന പറഞ്ഞിട്ട് ഒരു 5 വർഷം ശേഷം കേട്ടോ കായ്ക്കണത്. പിന്നെ തറവാടിൻ്റെ ഏരിയ ഉണ്ടത്. ഇത് ഉമ്മമാൻ്റെ സാമ്രാജ്യം ആണെങ്കിൽ നമുക്കൊരു കർഷകശ്രീ അവാർഡൊക്കെ കൊടുക്കുക, കാരണം അങ്ങനെ അധ്വാനിക്കുന്നുണ്ട്. കുറേ മരങ്ങൾ, പിന്നെ കുറേ കോഴികളുണ്ട് കേട്ടോ. 10-20 കോഴികളൊക്കെ ഉണ്ട്. പിന്നെ ഇത് ഞങ്ങളെ പരിയത്ത് ചെറിയ കോഴിക്കുട്ടി ബാക്കിയുള്ള കോഴികളെ കൂട്ടി കയറ്റാൻ നോക്കുക കേട്ടോ. എവിടെ നടക്കണോളൂ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചു എന്നുള്ളൂ. പിന്നെ ഇത് തറവാട്ടിലെ റംബുട്ടാൻ്റെ മരം കേട്ടോ. ഈ മരം പിന്നെ അംഗൻവാടിയിൽ നിന്ന് കിട്ടിയത്, രോഗപ്രതിരോധ ശേഷി ഉണ്ടാവും പറഞ്ഞിട്ട് കിട്ടിയതാട്ടോ. പിന്നെ എന്താ പറയുക, നാരങ്ങമരം. ഞങ്ങൾ വീട്ടിൽ ഒരു വലിയ നാരങ്ങമരം ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ബബ്ലൂസ് നാരങ്ങ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അതൊക്കെ വെട്ടിക്കളഞ്ഞു കേട്ടോ. പിന്നെ ഇതിൻ്റെ ആപ്പയാണ് കേട്ടോ. ആപ്പ ഗൾഫത്തെ അധ്വാനം കഴിഞ്ഞിട്ട് നാട്ടിൽ വന്നിട്ട് ഭയങ്കര അധ്വാനമാണ്. അങ്ങനെയൊക്കെ പറയാൻ പറഞ്ഞു കേട്ടോ. വെറുതെ അറിയാം കേട്ടോ. അതിൻ്റെ തൊട്ട് ബാക്കിൽ തന്നെയാണ് കേട്ടോ മറ്റേ ഡ്രാഗൺ ഫ്രൂട്ട്. പിന്നെ ഞങ്ങൾ തറവാടിൻ്റെ തൊട്ട് ബാക്കിൽ തന്നെ തൗത്തുണ്ട് കേട്ടോ. അതിൽ 10-20 പശുക്കളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ വല്ലാതെ അങ്ങോട്ട് പോകാത്തതുകൊണ്ട് എനിക്കിപ്പോൾ എത്ര ഉണ്ടെന്നൊന്നും അറിയില്ല കേട്ടോ. പിന്നെ ഒരു 6:30-6:15 ആയപ്പോഴത്തേന് കോഴികൾ അതിൻ്റെ പെരയിൽ കയറ്റുണ്ടോ. കാരണം ഒരു 6:30-6:37 നോമ്പ് തുറക്കാനുള്ള ബാങ്ക് കൊടുക്കും. അപ്പോൾ പിന്നെ അതിന് മുമ്പ്